കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് നമുക്ക് ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തിക്കൊണ്ട് ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ദൈവം നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് ഇന്നത്തെ ശുശ്രൂഷ സംഭവിക്കട്ടെ. ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതത്തിലും, ഓരോ കുടുംബത്തിലും, ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായ കൃപകളും അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ധാരാളമായിട്ട് വർഷിക്കട്ടെ എന്ന് അച്ഛനെ വളരെ ആഗ്രഹിച്ച് താല്പര്യപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇന്ന് വളരെയധികം പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ് അന്നാവും നമുക്ക് നൽകുന്നത്. ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 48 വരെയുള്ള വചനം. ഗെത്സമനിൽ ഈശോ പ്രാർത്ഥിക്കുന്നു. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പ്രധാനമായും 3 പ്രധാനപ്പെട്ട കൃപകൾ ഈ വചനത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. 3 വലിയ കൃപകളുണ്ട്. ആ കൃപകൾ നമ്മൾ നിറയാൻ നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്, ഈശോ പറയുന്ന ഇതിലെ ഏറ്റവും വലിയ വചനങ്ങളിലൊന്ന്, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. നമുക്കറിയാം, ഈശോ പീഡാസഹനത്തിന് തൊട്ട് മുമ്പ് അന്ത്യത്താഴം കഴിഞ്ഞ് ശിഷ്യന്മാരിലെ 3 പേരെ മാത്രം കൂട്ടിക്കൊണ്ട്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ഈശോ ഗെത്സമൻ തോട്ടത്തിലേക്ക് പോവുക. അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ ഈശോ ഇവരോട് പറയുകയാണ്. ഇവരോട് പറഞ്ഞിട്ട് ഈശോ പോവുകയാണ്. പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ട് പോകുന്നു? പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ട് ഈശോ ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി ഈശോ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒന്നാമത്തെ കാര്യം ഇതാണ്, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഈശോ പറഞ്ഞിട്ട് പോകുന്നതാണ്. നമുക്കറിയാം, സഹനം ഈശോയ്ക്കറിയാം മുന്നിൽ കാണുന്നുണ്ട്. ഈശോയ്ക്ക് അടുത്ത മണിക്കൂറുകൾ സംഭവിക്കാൻ പോകുന്ന പീഡാനുഭവങ്ങൾ മുഴുവൻ ഈശോ അന്നാവിൽ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ സഹനത്തിൻ്റെ സമയത്ത് പിടിച്ചു നിൽക്കാൻ സ്വന്തം കഴിവുകൊണ്ട് പറ്റില്ല. സ്വന്തം കഴിവുകൊണ്ടിരിക്കും. ദൈവത്തെ കൂടാതെ ഒരിക്കലും നമുക്ക് സഹനത്തിൻ്റെ നിമിഷങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ, പരിശുദ്ധാത്മാവ് സഹായിക്കാതെ ഒരിക്കലും നമുക്ക് ഒരു സഹനങ്ങൾ, യഥാർത്ഥത്തിലുള്ള സഹനങ്ങളെ അത് പോസിറ്റീവായിട്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പോൾ പോസിറ്റീവായിട്ട് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടുണ്ടാകണം. ഈശോ പ്രാർത്ഥിക്കാൻ പറയണം. പ്രാർത്ഥന, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തന്നെയാണ് എഫെസസ് ലേഖനത്തിൻ്റെ 6-ന്റെ 18, 19, 20 വചനം പൗലോസ് പറയുന്നുണ്ട്. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും പ്രാർത്ഥിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുക. പ്രാർത്ഥനാ ജീവിതം, പ്രയർത്തിക്കാൻ ശരിക്കിരുന്ന് പ്രാർത്ഥിക്കണം. ഇത് തന്നെയാണ് ഇത് ശിഷ്യന്മാർ പിന്നീട് മുഴുവൻ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ അവർ പ്രാർത്ഥിക്കുക. കാരണം പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ. അല്ലെങ്കിൽ നമ്മളെന്ത് പറ്റും? വിശ്വാസം ഉപേക്ഷിച്ച് കളയും, ദൈവത്തെ മറന്നു കളയും. ചിലപ്പോൾ നമ്മൾ ദൈവം കൂടെ ഇല്ലെന്ന് പറയും, ഭയം കയറിപ്പിടിക്കും, ആകുലത കയറിപ്പിടിക്കും, പാപത്തിൻ്റെ വഴിയേ പോകും, തെറ്റായ തീരുമാനമെടുക്കും, തെറ്റായ ചിന്തകൾ നമ്മളെ ബാധിക്കും. അപ്പം അത് വരാതിരിക്കണമെങ്കിൽ ദൈവത്തോട് നമ്മൾ നിരന്തരം നമ്മുടെ വേദനകളും പരിഭവങ്ങളും ആവശ്യങ്ങളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധമുണ്ടാക്കുന്നതാണ്, ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രയർ ലൈഫ്, പ്രാർത്ഥിക്കുന്നത്. ആ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇതിന് നമുക്ക് കാണാൻ പറ്റും.
അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 16:25 മുതൽ വചനത്തിൽ പൗലോസിനെയും സിലാസിനെയും പിടിച്ച് ജയിലിലടയ്ക്കുമ്പോൾ ഇത് തന്നെ നമുക്ക് മറ്റൊരിടത്ത് കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പത്രോസ്ലീഹ ജയിലിൽ കിടക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ജയിലിൽ കിടക്കുന്നവർ പ്രാർത്ഥിക്കുന്നു, സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം ആ പ്രാർത്ഥനയിലൂടെയാണ് ഇവർ സകല പ്രലോഭനങ്ങളെയും സകല പ്രതിസന്ധികളെയും ഇവരെ അതിജീവിച്ചത് എന്ന് തിരുവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുക. നമുക്കറിയാം, ഫാത്തിമയിൽ പരിശുദ്ധി അമ്മ 3 കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ആ 3 കുഞ്ഞുങ്ങൾ കൂടും പറയുന്നത്, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയുക. അങ്ങനെ പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് റഷ്യയുടെ അന്ന് കമ്മ്യൂണിസം റഷ്യയിൽ വളരെ ക്രൂരമായ പരിണിത ഫലങ്ങൾ വർഷിച്ചു കൊണ്ട് പോകുമ്പോൾ, സഭയെ ഉന്മൂലനം ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുമ്പോൾ, ജനോസൈഡ് തന്നെ നടക്കുമ്പോൾ, വംശഹത്യ തന്നെ നടക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ അവർ രക്ഷപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മ പറയും, എന്നോട് ചേർന്നിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രയറാണ്. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റൂ. ഇന്ന് മനുഷ്യരുണ്ട് പ്രാർത്ഥിക്കാൻ നേരമില്ല, അവൻ്റെ ബുദ്ധി കൊണ്ടാണ് എല്ലാ കാര്യം ചെയ്യുമ്പോൾ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താ? നമ്മൾ ധ്യാനിച്ചിട്ടെൻ്റെ കാര്യം എന്താ? പക്ഷേ വളരെ ഗൗരവമേറിയ ഈശോ തൻ്റെ പീഡാസഹനത്തിൻ്റെ തൊട്ട് മുമ്പ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അവസാനത്തെ വാക്കേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്: പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ. അതാണ് ഒന്നാമത്തെ കാര്യം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്രലോഭനങ്ങൾ, വിശ്വാസത്തിനെതിരായ പ്രത്യേകിച്ച് ഈ നാളുകൾ, സഹനത്തിൻ്റെ നാളുകൾ, പ്രലോഭനങ്ങളുടെ നാളുകൾ, പ്രതിസന്ധികളുടെ നാളുകൾ, പ്രകൃതി ദുരന്തങ്ങൾ, പ്രപഞ്ചം തന്നെ നമുക്കെതിരായിത്തീരുന്നു, സമൂഹമെതിരായിത്തി, പലതരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും സമൂഹത്തിലും രാഷ്ട്രത്തിലും എല്ലായിടത്തും പ്രതിസന്ധികളുടെ സഹനങ്ങൾ ഇങ്ങനെ പെരുമഴ പോലെ നമ്മുടെ പെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും പെരുമഴയെക്കാളും വലിയ പെരുമഴയാണ് സഹനത്തിൻ്റെ പെരുമഴ. ഇതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. മഹാമാരികൾ ആഞ്ഞടിക്കുക, സാമ്പത്തിക തകർച്ച ആഞ്ഞടിക്കുക, കുടുംബ പ്രശ്നങ്ങളും കണ്ണുനീരുകളുടെയും കഥ വർദ്ധിക്കുക, മദ്യപാനം പല കുടുംബങ്ങളും പല ജീവിതങ്ങളും വർദ്ധിക്കുക, കഞ്ചാവ്, മയക്കുമരുന്ന് ഇതിനിടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലും വിളച്ച പാപങ്ങൾ അതിൻ്റെ മാക്സിമത്തിൽ ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ മുഴുവൻ പ്രലോഭനങ്ങളാണ്. ദൈവവിരുദ്ധമായ വചനവിരുദ്ധമായ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറ്റം നടക്കുകയാണ്. ഈ സമയത്ത് എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ പറ്റും? പ്രാർത്ഥന കൊണ്ട് മാത്രം, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് മാത്രമേ ഈ ഒരു കൊടുങ്കാറ്റിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ. അല്ലാതെ ആർക്കും പറ്റില്ല. എപ്പം വേണമെങ്കിലും മരണം വരാം, ഏത് രാത്രിയിലും വേണം വരാം, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇപ്പോൾ രോഗം വന്നവർക്കുണ്ട് മരണം ഉണ്ടാകുന്നു, രോഗം കഴിഞ്ഞവർക്ക് പോലും അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അപകടം ഉണ്ടാകും. ചിലപ്പോൾ വാക്സിൻ കഴിയുമ്പോൾ അതിൻ്റെയും ചിലപ്പോൾ പരിണിത ഫലങ്ങൾ എങ്ങനെയൊക്കെയാണോ സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ലോകം മുഴുവനും തന്നെ ആഞ്ഞടിക്കുന്നൊരു സമയമാണിത്. അപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ഒന്നും നമ്മൾ സുരക്ഷിതത്വം നമ്മുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുക. മനുഷ്യകരങ്ങളിലോ ഡോക്ടർമാരുടെ കരങ്ങളിലോ നാട്ടുകാരുടെ കരങ്ങളിലോ അപ്പൻ്റെ അമ്മയുടെ കരങ്ങളിലോ ജീവിത പങ്കാളിയുടെ കരങ്ങളിലല്ല ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്, ഈശോയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തേത് ഈശോ പറയുന്നു പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിച്ചു. രണ്ടാമത് അവൻ അവരിൽ നിന്നൊരു കല്ലേറ് ദൂരം മാറി മുട്ടിമേൽ വീണ് പ്രാർത്ഥിച്ചു. ഒരു കല്ലേറ് ദൂരം മാറി, അതായത് ദൈവബന്ധം ആഴപ്പെടുമ്പോൾ തനിച്ചിരുന്നുള്ള പ്രാർത്ഥനയാണ്. വ്യക്തിപരമായ ബന്ധം, കൂട്ടപ്രാർത്ഥന കാണും, കുടുംബ പ്രാർത്ഥനയുണ്ട്, എല്ലാവരും കൂടെ ഇരുന്ന് ഭാര്യയും ഭർത്താവും മക്കളെല്ലാവരും വെച്ച്. പക്ഷേ ഇതിനപ്പുറം തനിച്ചിരുന്ന് സഹനത്തെ നമ്മളെപ്പോഴും തനിച്ചാണ് അതിനെ അതിജീവിക്കേണ്ടത്. ഒരു സഹനം വരുമ്പോൾ അതുണ്ടാകുന്ന ആൾക്കാണ്, ആ ആളാണ് ആ സഹനത്തെ തോൽപ്പിക്കേണ്ടത്. ഒരു വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ സഹനം വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ചില ആളുകളാണ് അതിൻ്റെ ശരിക്കും സഹനം ഏറ്റുവാങ്ങുന്നത്. എവിടെയും ഒരാളത് ഏറ്റുവാങ്ങും, സഹനം കുരിശ് അപ്പോൾ ആ വ്യക്തിയെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ആ വ്യക്തിയെ ദൈവത്തോട് സംസാരിക്കണം. ആ വ്യക്തിക്ക് ദൈവത്തോട് ബന്ധം. അപ്പോൾ സഹനം ആരെടുക്കുന്നുവോ, ആരുടെ മേലാണ് കുരിശ് വരാൻ പോകുന്നത്, ആർക്കാണോ ദുരിതം വരാൻ പോകുന്നത്, ആ വ്യക്തി കൂടുതൽ തീക്ഷ്ണമായി എല്ലാവരും മാറി നിന്ന് ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം. എന്നാൽ രണ്ടാമത്തത്, ആ വ്യക്തി ആരാണോ ഈ സഹനം എടുക്കേണ്ടി വരുന്നത്, രോഗമാകാം,
പഠന തകർച്ചയാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, പൈശാചിക പീഡയാകാം. ആ വ്യക്തി ഇരുന്ന് ദൈവത്തോട് സംസാരിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. 3 പറയാണ്, അവിടെ പറയാണ്. 3-ാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാ. പിതാവേ, അങ്ങയ്ക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഈശോയുടെ പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഈശോ പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഈ കുരിശ് വരണം, എനിക്ക് വരാൻ പോകുന്ന വലിയ പീഡനം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതം നിറവേറട്ടെ. ഈശോ തൻ്റെ പീഡാസഹനത്തെ കാണുന്നത് ദൈവഹിതമായിട്ട്. അതുകൊണ്ടാണ് ആ കുരിശിൻ്റെ പിഴിയിൽ പോകുമ്പോൾ ഈശോ തളരാത്തതും തകരാത്തതും പ്രതികരിക്കാത്തതും നിശബ്ദത പാലിക്കുന്നതും ദൈവഹിതമായിട്ട് ഈ സഹനത്തെ എടുക്കുക. ദൈവപദ്ധതി, ലോകപാപങ്ങളുടെ പരിഹാര ബലിയാണ് താൻ അർപ്പിക്കുന്നത് എന്നുള്ള വ്യക്തമായ ജ്ഞാനം. ഞാൻ എനിക്ക് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയുള്ളതാണ്. ഞാൻ എനിക്ക് വേണ്ടിയല്ല, ലോകത്തിൻ്റെ പാപം, ലോകം ചെയ്ത തിന്മ, ദൈവത്തിനെതിരെ ചെയ്യുന്ന തിന്മ, അതിന് പരിഹാര ബലിയാണ് താൻ അർപ്പിക്കുന്നത് എന്നുള്ള വ്യക്തമായ ജ്ഞാനം ഈശോയിൽ പ്രവർത്തിക്കുന്നു. സഹനത്തെ നിമിഷങ്ങളിൽ ഏതുതരം അപമാനമാകട്ടെ, മനുഷ്യർ നമ്മുടെ മേൽ അപമാനം ഉണ്ടാക്കട്ടെ, പരിഹസിക്കട്ടെ, പുറത്താക്കട്ടെ, കള്ളം പറയട്ടെ, നുണ പറയട്ടെ, ഒറ്റപ്പെടുത്തട്ടെ, പീഡിപ്പിക്കട്ടെ, തല്ലട്ടെ, ചീത്ത പറയട്ടെ, രോഗപീഠ എന്തു വന്നാലും അതിൻ്റെ നടുവിൽ പറയണം, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അത് ശാന്തതയോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ആ ഒരു വാക്ക് നിനക്ക് എപ്പോൾ പറയാൻ പറ്റുന്നു, അപ്പോൾ നീ അല്പം കൂടി ഉയർന്നു ദൈവത്തിലൂടെ അടുത്ത് നിൽക്കുന്നു. അതിനിവിടെ മറ്റൊരു കാര്യമുണ്ട്. പ്രശ്നങ്ങളെ, ഇവിടെ പറയുന്നൊരു കാര്യം ഇതാണ്, പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ തനിച്ച് നിൽക്കരുത്, നിങ്ങളുടെ കൂടെയുള്ളവരുടെ നിൽക്കരുത്, കൂടെയുള്ളവരും കൂടെ നിൽക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ ആ സമയം കർത്താവായ ഈശോയോട് ചേർന്ന് നിൽക്കുക. അപ്പോളേ നിങ്ങൾക്ക് ആ പ്രശ്നത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കാനായിട്ടുള്ള ജ്ഞാനവും ശക്തിയും കൃപയും ധൈര്യവും ലഭിക്കുകയുള്ളൂ. അത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കതിനെ തോൽപ്പിക്കാനോ ഇല്ലാതാക്കാനോ ഒരിക്കലും സാധ്യമല്ല. അതാണ് യാക്കോബ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ, യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിൽ യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. വചനം വളരെ വലിയ വചനം, അതായത് 7-ാം വചനം, യാക്കോബ് 4:7. ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. വീണ്ടും വചനം പറയുക, യാക്കോബ് 4:8. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന്. നോക്കൂ, ഈശോ പീഡാസഹനത്തിൻ്റെ സമയമാകുമ്പോൾ അപ്പസ്തോലന്മാരെ പോലും വിട്ടു, എല്ലാവരെയും വിട്ടു, തൻ്റെ പിതാവായ സ്വർഗപിതാവിനോട് ചേർന്ന് നിൽക്കുകയാണ്. അതാണ് ആ പ്രാർത്ഥന, ചേർന്ന്. പിന്നെ ആരോടും ചേരുന്നില്ല, അവരോട് ഈശോ ആണ്. സഹനത്തിൻ്റെ, മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ ആരോട് ചേർന്ന് നിൽക്കുന്നു? വെറും മനുഷ്യനോട്, ഒന്നും അറിയത്തില്ലാത്ത, ബലഹീനതകൾ മാത്രമുള്ള, കുറവുകൾ മാത്രമുള്ള, നിനക്കൊരു ധൈര്യം നൽകാനുള്ള ശക്തിയൊന്നും ഈ മനുഷ്യർക്കാർക്കുമില്ല. അപ്പോൾ ആ സമയം നീ അവരോടല്ല ചേർന്നിരിക്കേണ്ടത്, സർവശക്തനായ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഈ പ്രശ്നത്തെ നിനക്ക് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സർവശക്തനായ ദൈവത്തോട് ഐക്യപ്പെട്ടിരുന്നാൽ മാത്രമേ നിനക്കതിനെ അതിജീവിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മകനായിട്ട്, മകളായിട്ട് മാറാൻ പറ്റുള്ളൂ. കുരിശെടുക്കാനും കുരിശിലൂടെയുള്ള നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാനും പറ്റുള്ളൂ. വീണ്ടും അച്ഛൻ പറയും, അവിടെ ഈശോ, നമുക്കറിയാം ഈശോ അവിടെ പറഞ്ഞ ഈശോ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഗെത്സമൻ തോട്ടത്തിൽ ഈശോ നിലവിളിച്ച് ഹൃദയം തുറന്ന് കണ്ണുനീരൊഴുക്കി ഈശോ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വചനം പറയുന്നുണ്ട്, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിനൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അതെ, ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ ദൂതനെ അയക്കുക. ആ ദൂതൻ കൂടെയുണ്ട്. ആ ദൂതൻ അവിടെ ഗെത്സമൻ തോട്ടത്തിൽ മാത്രമല്ല, ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ അദൃശ്യനായി ആ ദൈവദൂതൻ കൂടെ നിൽപ്പുണ്ട്. ദൈവമാളിനെ അയക്കും, ദൈവമാളിനെ അയക്കും. നിൻ്റെ സഹനത്തിൻ്റെ സമയത്ത് ദൈവം തൻ്റെ ദൂതന്മാരെ നിൻ്റെ അടുത്തേക്ക് അയക്കും.
അത് നീ ആരും അറിയില്ല, അത് മനുഷ്യരൂപത്തിലായിരിക്കണം, അത് നിൻ്റെ അടുത്തൊന്നിനെ സഹായിക്കും. പക്ഷേ ഇവിടെയെല്ലാം വീണ്ടും വീണ്ടും ഞാൻ പറയുക, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തകർച്ചകളെയും പാപത്തെയും അന്ധകാരത്തെയും ഒക്കെ നമുക്ക് ഈ കാലയളവിൽ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ഈശോയോട് ചേർന്നിരിക്കണം. ഈശോയോട് ചേർന്നിരുന്നാൽ 100% ഉറപ്പ് നമുക്ക് കുരിശെടുക്കാൻ പറ്റും. ഇന്ന് ഈശോയോട് ചേരാത്ത നിൽക്കുന്ന, അല്ല ഈശോയോട് പൂർണ്ണമായിട്ടും ഹൃദയം കൊണ്ട് ഐക്യപ്പെടാത്ത ആളുകൾക്ക് ഇന്ന് ആളുകൾ തളർന്നു വീണു പോകും. അവർ പിടിച്ചു നിൽക്കത്തില്ല. അവർ ആകെ പ്രാർത്ഥനയില്ലാത്ത ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവിടെ വചനം പറയുന്നുണ്ട്, ഈശോ അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വേദന കൂടും തീഷ്ണമായി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നതുകൊണ്ട് അവർ ഉറങ്ങുകയാണ്. അതുകൊണ്ടാണ് ഈശോയുടെ സഹനത്തിൻ്റെ സമയം വന്നപ്പോൾ അവർ ഓടി ഒളിക്കുക, പത്രോസ് വാളെടുക്കുക. അവരെടുക്കുന്ന എല്ലാ ശൈലികളും സുവിശേഷ വിരുദ്ധമായ രീതിയിൽ ഈശോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക. പലപ്പോഴും ഇന്ന് ആളുകളുണ്ട് സഭയെയും സുവിശേഷത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ദൈവികമല്ലാത്ത മാർഗങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അഭിഷേകത്തിന് അറിഞ്ഞിട്ടില്ല, ദൈവബന്ധം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള ആയുധങ്ങൾ എടുത്തുകൊണ്ടാണ് പലപ്പോഴും സഭയെയും വിശ്വാസത്തെയും ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. നേരെ മറിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വേറൊരു വഴിയിലൂടെയായിരിക്കും. നമുക്കറിയാം, സ്തെഫാനോസ് സുവിശേഷത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കല്ലുകൊണ്ട് തിരിച്ചെറിഞ്ഞല്ല, കല്ലെടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞപ്പോൾ തിരിച്ചെറിഞ്ഞല്ല, നേരെ മറിച്ച് അവൻ മരിച്ചാണ്, അവൻ രക്തസാക്ഷിയായിക്കൊണ്ടാണ് സുവിശേഷത്തിൻ്റെ സാക്ഷിയായിത്തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കും നിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടാരൂപികൾ നിന്നെ വിട്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈ വചനം വരും, അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ്. കണ്ടോ, പ്രാർത്ഥന കഴിയുമ്പോൾ എഴുന്നേൽക്കും. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവൻ എഴുന്നേൽക്കും. കിടക്കപ്പായെന്ന് എഴുന്നേൽക്കും, രോഗി എഴുന്നേൽക്കും, പാപി എഴുന്നേൽക്കും, നിരാശകടന്ന് എഴുന്നേൽക്കും. ദൈവബന്ധം വരുമ്പോൾ നമ്മൾക്ക് ഏത് കുരിശിനെയും അതിജീവിക്കാനുള്ള ധൈര്യം കിട്ടും, പ്രത്യാശ കിട്ടും. നമ്മളൊന്നിൻ്റെ മുമ്പിൽ തോറ്റുപോകില്ല, ലോകത്തിൻ്റെ മുമ്പിലോ പാപത്തിൻ്റെ മുമ്പിലോ തോറ്റുപോകില്ല. ഈ തോറ്റുപോകുന്നുണ്ടെങ്കിലോ നീ പ്രാർത്ഥിക്കുന്നില്ലെന്നുള്ളതാണ്. യു ലോസ്റ്റ് യുവർ പ്രയർ ലൈഫ്, യു ലോസ്റ്റ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ജീസസ് ക്രൈസ്റ്റ്. ഈശോയുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം നിൻ്റെ മുറിഞ്ഞു പോയി. ദാറ്റ്സ് വൈ നീ വീണു പോകുന്നതിൻ്റെ കാരണവത, അതുകൊണ്ടാണ് തകർന്നു പോകുന്നതിൻ്റെ കാരണവത. വചനം പറയുക, അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ഇത് തന്നെയാണ് ലൂക്കാ 21:34. സുഖലോലഭത, മധ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിബന്ധിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. എന്തെന്നാൽ ഈ ഭൂമുഖത്തുള്ള എല്ലാവരുടെ മേലും അത് നിബന്ധിക്കും. സംഭവിക്കാൻ പോകുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കും. സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ച് കാത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, തകർച്ചകൾ അതിനെ അതിജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സമയം എൻ്റെ ദൈവമക്കളെ, കോവിഡിൻ്റെ മഹാമാരി പ്രപഞ്ചം മുഴുവനെയും പീഡിപ്പിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തെയൊക്കെ അങ്ങേയറ്റം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിൽ ഇനിയും എന്തൊക്കെയോ ദുരന്തങ്ങൾ ലോകത്ത് സംഭവിക്കാം. ഈശോയുടെ പറയാറുണ്ട്, ഈ പ്രശ്നങ്ങളൊന്നും അടുത്ത കാലങ്ങളൊന്നും തീരുന്നില്ല, ഇനിയും പലത് വന്ന് വരും. കാരണം ഇതൊരു ദൈവിക അടയാളമാണ്. ശരിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ അതിശക്തമായ സുവിശേഷ പ്രഘോഷണങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകങ്ങളും കർത്താവ് ദാനമായിട്ട് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വർഷിച്ചു. അത് ഹൃദയം തുറന്ന് സ്വീകരിച്ചവർക്കല്ല ഈ സമയം ആനന്ദത്തിൻ്റെ സമയമാണ്. അത് സ്വീകരിക്കാത്തവർക്ക് ഇപ്പോൾ വളരെ അസ്വസ്ഥതയുടെയും നിരാശയുടെയും ഭയത്തിൻ്റെയും നാളുകളാണ്.
ചിലരൊക്കെ ആ നാളുകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി കാര്യസാധ്യത്തിൻ്റെ വേണ്ടി ഒക്കെ ധ്യാനങ്ങളും കൺവെൻഷനും കൂട്ടും. അവർക്കൊന്നും ഇപ്പോൾ പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. നേരെ മറിച്ച് ആ ധ്യാനങ്ങളും ശുശ്രൂഷകളും അതിനൊക്കെ കൂടിയവർ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടിയാണ് ആഗ്രഹിച്ച് ആത്മാവിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈശോയുടെ സ്നേഹം, ഈശോയുടെ സാന്നിധ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സമയം അവന് വലിയ ദൈവിക പദ്ധതികൾ വെളിപ്പെടുന്ന നിമിഷമായിട്ടാണ് അവൻ അറിയുന്നതും അനുഭവിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമകനെ, ദൈവമകളെ, ഈ സമയം നീ പൂർണ്ണമായി നിന്നെ തന്നെ ദൈവകരങ്ങൾ ഭരമേൽപ്പിക്കുക. ഈശോയുടെ തൃക്കരങ്ങൾ നിൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുക. പൈശാചിക പീഡകൾ, ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ. പ്രാർത്ഥനയിൽ ആഴപ്പെടും. നിങ്ങൾ ഉണർന്നിരുന്ന് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആരാധിക്കുന്നേ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സേറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സേറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ആരാധനയെങ്കിൽ. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രക്തം, തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ സത്താൻ മാറിപ്പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സാത്താൻ സാത്താൻ മാറിപ്പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓരോ രോഗിയുടെ ഹല്ലേലൂയ 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 ഒറ്റവിളി ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വനാമത്തിൽ പരിശുദ്ധാഭിഷേകം പിതാവേ, അത് പ്രിയപ്പെട്ട നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ വർഷിക്കണേ. ഒറ്റവിളിശോയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ